എവിടെയും സ്ഥിരപ്പെടാൻ കഴിയാതെ, ഉറയ്ക്കാൻ കഴിയാതെ, ഉഴൽച്ചകളിലൂടെ മാത്രം ജീവിതയാത്ര നടത്തുന്നവരുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ടാകാം, പലതരത്തിലുള്ളതായ കാരണങ്ങൾ കൊണ്ടാകാം നിങ്ങൾ ഉഴന്നു വലയുമാറാകുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു ദൂത് നൽകിയിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ഉഴൽച്ചകളെ എണ്ണുന്നു. ആ ഉഴൽച്ചകൾക്ക് ദൈവികമായ ഒരു പരിഹാരം, വിടുതൽ നൽകി നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. കാലങ്ങളായി എവിടെ ഉറയ്ക്കാൻ കഴിയാതെ വേണം. അത് താമസത്തിലാണെങ്കിലും, ഒരു വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധിച്ചാണെങ്കിലും, എവിടെ ഉറയ്ക്കുന്നില്ല, അങ്ങനെ ഉഴന്നു വലഞ്ഞു നടക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. തക്ക ഭവനം നൽകട്ടെ, തക്ക ഇടം നൽകട്ടെ, പട്ടണം നൽകട്ടെ, തലമുറകൾക്ക് നല്ല തക്ക ജോലി ലഭിക്കട്ടെ. ഉഴൽച്ചകളെ ദൈവം മാറ്റി ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നൽകിയ വചനത്തിന്റെ ഈ ആലോചനയുടെ വചനാധാരം 2-3 വാക്യങ്ങളാണ്. അതിലൊന്ന് 107 സങ്കീർത്തനത്തിന്റെ 7 വാക്യമാണ്. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ദൈവം തൻ്റെ ജനത്തെ ഉറപ്പിക്കാനുള്ള ഒരു പട്ടണം ഉണ്ടായിരുന്നു. അവിടെ എത്തുന്നത് വരെ അവൻ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉഴലുമാറാക്കി. ദീർഘവർഷങ്ങൾ ഉഴന്നു വലഞ്ഞവരെ പോലെ നടക്കേണ്ടി വന്നു. പക്ഷേ ദൈവം കനാൻ ദേശത്തിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുവന്ന് അവിടെ അവർക്ക് സ്ഥിരമായ അടിസ്ഥാനം നൽകി അവരെ ഉറപ്പിക്കുവാനിടയായി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും നഷ്ടമാകില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായി നിറവേറിയിരിക്കും. ഹല്ലേലൂയ. യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും കൂടെ യഹോശാഫാത്തിന്റെ സമയത്ത് മോവാബിനോട് യുദ്ധം ചെയ്യാൻ പോയ ഒരു സംഭവം രാജാക്കന്മാരുടെ പുസ്തകം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലുണ്ട്. അവര് ഏത് വഴിയായിട്ട് മോവാബിർക്കെതിരെ യുദ്ധത്തിന് പോകണം എന്ന് ചിന്തിച്ചപ്പോൾ ഏതോ വഴിയായി പുറപ്പെടണം എന്ന് ചിന്തിച്ചു. അപ്പോൾ ഏതോ രാജാവുമായിട്ട് സന്ധി സംഭാഷണം നടത്തി ഏതോ രാജാവിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഏതോ മരുഭൂമി വഴിയായി ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും പോകുമ്പോൾ ഒരുപാട് ഉൾസ്ഥലത്തിലേക്ക് വന്നപ്പോൾ അവരെ വലിയ മരുഭൂമിയിൽ പെട്ടിട്ട് വെള്ളം കുടിക്കാനില്ലാതെ അവരും അവരുടെ മൃഗവാഹനങ്ങളൊക്കെ പെട്ടെന്ന് തകർന്നു പോകും, മോവാബിൽ ഇവരെ ആക്രമിച്ച് കീഴടക്കുമെന്നൊക്കെയുള്ള ഭാരം അവർക്കുണ്ടായി, ഭയമുണ്ടായി. പെട്ടെന്ന് അതിനകത്ത് ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, എലീശയാണ്, ആ പ്രവാചകന്റെ അടുക്കൽ പോയാൽ ആലോചന ചോദിക്കാം. എന്തായാലും പ്രാർത്ഥിക്കാനെടുത്ത തീരുമാനം, ദൈവാലോചന ചോദിക്കാനുള്ള തീരുമാനം യഹോശാഫാത്തിൻ്റെതായിരുന്നു. ഒടുവിൽ എലീശയുടെ അടുക്കൽ വന്നപ്പോൾ എലീശ പറഞ്ഞ 2 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളാണ്. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇതും പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിട്ട് അവൻ മോവാബിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഏതോ മരുഭൂമിയിൽ ഉഴന്നു വലഞ്ഞ് നടന്ന് തളർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടതാണ്, അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചതാണ് സംഭവം. പിന്നീട് സംഭവിച്ചതറിയാം. എലീശ പ്രവാചകന്റെ പ്രവചനം അനുസരിച്ച് അടുത്ത ദിവസം പ്രഭാതം നോക്കിയപ്പോൾ ആ ദേശത്ത് അവർ കുഴികൾ വെട്ടിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം വന്ന് കയറി. ആമേൻ. തന്നെയല്ല, മോവാബിനെ പിന്നീട് ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞ വാക്ക്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ഉഴൽച്ചയിലൂടെ പോവുകയാണെങ്കിലും ഇതിനിടയിൽ ദൈവം നമ്മളെ തന്റെ ശബ്ദം കേൾപ്പിക്കും. ഈ ദൂതിലൂടെ ആയിരിക്കാം, മറ്റ് മാധ്യമങ്ങളിലൂടെ ആയിരിക്കും. ദൈവശബ്ദം നമ്മളെ ദൈവം കേൾപ്പിക്കും. അവിടെ ദൈവശബ്ദം കേട്ട് നമ്മൾ അസാധാരണമായ കാര്യമായിരിക്കും ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ മഴയില്ലാത്ത സ്ഥലത്തും കാറ്റില്ലാത്ത സ്ഥലത്തും വെറുതെ താഴ്വരയിൽ കുഴി വെട്ടി വെക്കുക, വെള്ളം വന്നോളൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരും? കാറ്റും മഴയും പെയ്യത്തൂല്ലെന്ന് പറഞ്ഞു. ഒടുവിൽ സംഭവിച്ച് നമുക്കറിയാം. ദൈവം ആ ദേശത്തിലേക്ക് മറ്റ് ദേശത്ത് നിന്ന് വെള്ളം കയറ്റിവിട്ട് ആ ദേശത്തെ കുഴികൾ വെള്ളം കൊണ്ട് നിറഞ്ഞു. അവർ മുഴുവൻ വെള്ളം കുടിച്ചു. മാത്രമല്ല, മോവാബിന് നോക്കിയപ്പോൾ വലിയ രക്തം തളം കെട്ടി കിടക്കുന്ന പോലെ തോന്നുകയും ഒടുവിൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് രക്തച്ചൊരിച്ചിലുണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് അവർ പിൻവാങ്ങുന്ന സമയത്ത് പതിയിരിപ്പുകാരെ പോലെ നിന്ന ഈ 3 രാജാക്കന്മാരും മോവാബിനെ കീഴടക്കുന്ന സംഭവമാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല.
കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, പക്ഷെ താഴ്വര വെള്ളം കൊണ്ടു നിറയും. ആമേൻ. വിശ്വാസത്താൽ കുഴികൾ വെട്ടുക. ഹല്ലേലൂയ. ഉഴന്നു വളഞ്ഞ സ്ഥലത്ത്, മരിച്ചു വീഴുമെന്ന് പറഞ്ഞ സ്ഥലത്ത്, തളർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്ത്, ശത്രു അപഹരിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം വെള്ളം കൊണ്ട് നിറച്ചു. ശത്രുവിനെ തോൽപ്പിക്കുവാനിടയായി. കാലങ്ങളായി നിങ്ങൾ നേരിടുന്ന ഈ ഉഴച്ചകളെ ദൈവം മാറ്റിയിട്ട് ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ള സമൃദ്ധി നന്മയും തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സങ്കീർത്തനത്തിൽ നോക്കി, സങ്കീർത്തനത്തില് 56-ാം സങ്കീർത്തനത്തിൽ 8-9 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. നോക്കുക. നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു. ദാവീദ് പറയാണ്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ഉഴച്ചകളെ എണ്ണുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്നില്ല ഉഴലുമ്പോൾ എത്ര പ്രാവശ്യമായി എവിടെയൊക്കെ നമ്മൾ ഉഴലേണ്ടി വന്നു, കൈ നീട്ടേണ്ടി വന്നു, ഒളിച്ചിരിക്കേണ്ടി വന്നു. ഇതൊക്കെ ദൈവം കുറിച്ചു വെക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാളുകളായി ഇങ്ങനെ വാടക ഭവനങ്ങൾ മാറിയും മറ്റുള്ളവരുടെ സംരക്ഷണത്തിൽ നിൽക്കുകയും ഇങ്ങനെ എവിടെയും എത്താൻ കഴിയാതെ കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ ഒരു തീരുമാനം എങ്ങും എത്തുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് ദൂത് പറയാൻ പറയുന്ന ഒരു പ്രവചന ദൂതായിട്ട് വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ ഈ 2026 ഉറപ്പിക്കും. ദൈവിക പദ്ധതിയുമായി ദൈവം നിങ്ങളെ ഉറപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആ ദൂത് നിങ്ങളുടെ വലങ്കരം നിങ്ങളെ തലയിൽ വെച്ചിട്ട് കർത്താവേ അത് എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അത് നിങ്ങളെ സംഭവിക്കാൻ പോവുക. ദൈവം നിങ്ങളെ ഉറപ്പിക്കും ഈ സംവത്സരം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തലമുറയുടെ ഭാവി സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച്, അവരുടെ വിവാഹം സംബന്ധിച്ച്, അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ അത്തരത്തിൽ പല ചികിത്സകൾ നടത്തി പലയിടങ്ങളിൽ വാതിലുകൾ മുട്ടി നോക്കിയിട്ടും വിടുതലും മറുപടി ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളുടെ ഉഴൽച്ചകളെ എണ്ണുന്നു. ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോകുകയാണ്. ഉഴലുമാറാക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ ഉറപ്പിക്കാനായി പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹാഗാറിനെ പറ്റി നമ്മൾ കാണുന്നത് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ്. അബ്രഹാം കൊടുത്ത വെള്ളവും അപ്പവും ഒക്കെ വഴിയിൽ വെച്ച് തീർന്നുപോയി. മരുഭൂമിയല്ലേ. ഹാഗാറിന്റെ പൈതൽ ഇസ്മായിലിന്റെ മരണം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലവിളിക്കുകയാണ്. പക്ഷേ ദൈവം ഉറവയെ തുറന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യത്തിലുണ്ട്. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾക്ക് വേണ്ടി തുറന്ന നീരുറവിനെ അവൾ കണ്ടു. കുഞ്ഞിനെ കുടിപ്പിച്ചു, താങ്ങി എഴുന്നേൽപ്പിച്ചു, കുടിപ്പിച്ചു. അവൻ വലിയൊരു ജാതിയായി മാറി. ഹല്ലേലൂയ. നിങ്ങളുടെ ഉഴൽച്ചകളിൽ ദൈവം നിങ്ങൾക്ക് ഉറവകളെ തുറക്കുന്ന ദൈവമാണ്. സ്ഥിരമായ അടിസ്ഥാനങ്ങളെ, മാനുഷികമായിട്ടുള്ളതല്ല, ദൈവികമായി തന്നെ ദൈവം ചെയ്തു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം സ്ഥിരമായ ചില ഉറവകളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായി ആഗ്രഹിക്കുകയാണ്. ദൈവം അത് ചെയ്യും. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. 40 വർഷത്തെ യാത്രയിൽ 42 സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ഉഴന്നു വലഞ്ഞത്. 42 ഇടങ്ങളിലായി. പക്ഷെ ദൈവം അത് കഴിഞ്ഞപ്പോൾ അവരെ ഉറപ്പിച്ചു. കനാനിലേക്ക് ദൈവം, യോർദാൻ കടന്ന് കനാനിലേക്ക് ദൈവം അവരെ എത്തിച്ച് അവിടെ ഉറപ്പിക്കുവാനിടയായി. ദൈവം നിങ്ങളെ ഉറപ്പിക്കും. നിങ്ങളുടെ ഉഴൽച്ചകളെ ദൈവം മാറ്റും. ദൈവം വിശ്വസ്തൻ, അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. തക്ക സമയമാകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കും നിങ്ങളെ ഉറപ്പിക്കുവാൻ. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീർഘകാലങ്ങളായി ഉഴലുമാറാക്കുന്ന കർത്താവെ, എവിടെ ഉറയ്ക്കാൻ കഴിയാതെ അവരുടെ നന്മകൾ കർത്താവ് നാനാവിധമായി പോകുന്ന സാഹചര്യത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് ഏറ്റെടുത്ത്, തലയിൽ കൈവച്ച് ഏറ്റെടുത്ത ഈ ദൂത് ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവം ഈ സംവത്സരം ഉറപ്പിക്കട്ടെ. വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അത്ഭുതം കാണുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളുടെ ഉഴൽച്ചകളെ മാറ്റി ഉറപ്പിക്കാൻ പോകുന്നു. സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.